നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് സിഗ്മണ്ട് ഫ്രൂയിഡിനെക്കുറിച്ചും അദ്ദേഹമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ചുമാണ്. സിഗ്മണ്ട് ഫ്രൂയിഡ് സൈക്കോ അനാലിസിസിൻ്റെ പിതാവായിട്ടാണ് അറിയപ്പെടുന്നത്. മനുഷ്യൻ്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നത് അവനെ അൺകോൺഷ്യസ് മൈൻഡാണെന്നാണ് ഫ്രൂയിഡ് വിശ്വസിച്ചത്. അദ്ദേഹം നമ്മുടെ സൈക്കി അതിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നാണ് അദ്ദേഹം അതിനെ പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ള ഒരു ഭാഗമാണ്. അത് നമ്മുടെ പ്രസൻറ്റ് ഫ്രം ബർത്ത് എന്നാണ് പറയുന്നത്. അത് കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ് ആണ്. അതുപോലെ ഇമ്മീഡിയറ്റ് സാറ്റിസ്ഫാക്ഷൻ അതിന് വേണം. അത് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്ലഷർ പ്രിൻസിപ്പിളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. അതായത് എനിക്കിപ്പോൾ തന്നെ ഇത് വേണം എന്ന് പറയുന്നതാണ് ഇത്. നമ്മുടെ വിശപ്പ്, ദേഷ്യം, ആഗ്രഹം, അതുപോലെ ഇമ്പൾസീവ് ബിഹേവിയർ ഇവയെല്ലാം ഇതിനോട് ബന്ധപ്പെട്ടതാണ്. അപ്പം സെറ്റ് പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഈഗോ എന്ന് പറയുന്നത്. അപ്പം മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രിമിറ്റീവ് പാർട്ടാണ്. പ്ലഷർ പ്രിൻസിപ്പിളാണത് ഫോളോ ചെയ്യുന്നത്. മറ്റൊന്നാണ് ഈഗോ എന്ന് പറയുന്നത്. ഈഗോ എന്നത് എക്സ്റ്റേണൽ റിയാലിറ്റി കൊണ്ട് മോഡിഫൈഡ് ആയിട്ടുള്ള ഇതാണ്. ഇത് റിയാലിറ്റി പ്രിൻസിപ്പിളിനെ പിന്തുടരുന്നു. അപ്പോൾ ഈഗോ പറയുന്നത് നിങ്ങളത് പ്രായോഗികമായിട്ട് ചിന്തിക്കൂ എന്നാണ്. അപ്പം വിച്ച് പാർട്ട് ഓഫ് സൈക്കി ഈസ് മോഡിഫൈഡ് ബൈ എക്സ്റ്റേണൽ റിയാലിറ്റി? ദിസ് ഈസ് വൺ ഓഫ് ദ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഈഗോയാണ്. ഇനി കുറച്ച് എക്സാമ്പിൾ നമുക്ക് കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിൻസിപ്പിളിനോട് വളരെയധികം ദേഷ്യമുണ്ട്. അപ്പോൾ ഇത് പറയാണ് ഇപ്പോൾ തന്നെ ചെന്ന് നിങ്ങൾ ഷൗട്ട് ചെയ്യുക പ്രിൻസിപ്പലിനെതിരെ. പക്ഷേ ഈഗോ പറയും കോൺസിക്വൻസസ് ഉണ്ടാകും, അതുകൊണ്ട് ഇപ്പോൾ കാമായിട്ട് നിൽക്കുക. നെക്സ്റ്റാണ് സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ തന്നെ മൊറാലിറ്റി എന്ന് ഓർത്തോണം. സൂപ്പർ ഈഗോ മനുഷ്യൻ്റെ മോറൽ ഭാഗമാണ്. നമ്മുടെ പേരൻസ്, സൊസൈറ്റി, മൊറാലിറ്റി എന്നിവയിൽ നിന്നാണ് ഇത് വികസിക്കുന്നത്. അപ്പോൾ സൂപ്പർ ഈഗോ പറയുന്നത് ദിസ് ഈസ് റൈറ്റ്, ദിസ് ഈസ് റോങ് എന്ന് പറയുന്നത്. ഇനി സൂപ്പർ ഈഗോയുടെ ഇഫക്ട്സ് നമുക്ക് നോക്കാം. ഗിൽറ്റ്, കൺസൈൻസ്, നമ്മുടെ മോറൽ പ്രഷർ ഇവ സൂപ്പർ ഈഗോ സൃഷ്ടിക്കുന്നതാണ്. ഇനി ഇതൊന്ന് മെമ്മറൈസ് ചെയ്യാൻ ഒരു ഈസി ട്രിക്ക് എന്ന് പറയുന്നത് ഇതെന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക ഡിസയറാണ്. ഈഗോ എന്ന് പറയുന്നത് ബാലൻസ് ആണ് ബിറ്റ്വീൻ ദം, ദറ്റ് ഈസ് ആൻഡ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഒരു മൊറാലിറ്റിയാണ്. ഇനി മറ്റൊരു എക്സാമ്പിളിലേക്ക് നമുക്കൊന്ന് കടക്കാം. അപ്പോൾ കുറച്ചുകൂടി ഈ കാര്യം മനസ്സിലാകും. ഒരു കേക്ക് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഇത് പറയാണ് ആ മുഴുവൻ കേക്കും അങ്ങ് കഴിക്കുക. സൂപ്പർ ഈഗോ പറയും വേണ്ട, അത് തെറ്റാണ്. അപ്പോൾ ഈഗോ പറയും എങ്കിൽ ഒരു പീസ് കഴിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു ഇവ മൂന്നും തമ്മിലുള്ള വ്യത്യാസം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, നമ്മുടെ മൈൻഡിനെ നമ്മുടെ ഫ്രൂയിഡ് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ ബിഹേവിയർ കൂടുതലായും അൺകോൺഷ്യസ് മൈൻഡാണ് നിയന്ത്രിക്കുന്നത്. അദ്ദേഹം മൈൻഡിനെ തിരിച്ചിരിക്കുന്നത് മൂന്നായിട്ടാണ്: കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, അൺകോൺഷ്യസ്. അതിൽ അൺകോൺഷ്യസ് മൈൻഡാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ ബിഹേവിയർ കൂടുതലായും നിയന്ത്രിക്കുന്നത്. ഇനി സൈക്കോ അനാലിസിസ് ഇൻ ലിറ്ററേച്ചർ എന്ന് പറയുകയാണെങ്കിൽ ലിറ്ററേച്ചറിൽ ഫ്രൂയിഡിയൻ ക്രിറ്റിസിസം പഠിപ്പിക്കുന്നത് ഹിഡൻ ഡിസയേഴ്സ്, ഡ്രീംസ്, റിപ്രഷൻ, അൺകോൺഷ്യസ് മോട്ടീവ്സ് എന്നിവയെക്കുറിച്ചാണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസാണ് റിപ്രഷൻ, അതുപോലെ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. റിപ്രഷൻ എന്ന് പറയുന്നത് ഒരു പെയിൻഫുൾ തോട്ടിനെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പുഷ് ചെയ്ത് നമ്മൾ വിടുന്നതാണ്. അടുത്തത് ഈഡിപ്പസ് കോംപ്ലക്സ്. നമ്മുടെ സെറ്റ് എക്സാമിൽ ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടേമാണ്, ഒരു ക്വസ്റ്റ്യനാണ്. സോ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ചൈൽഡ്സ് അൺകോൺഷ്യസ് അട്രാക്ഷൻ ടു ഓപ്പോസിറ്റ് സെക്സ് പേരൻ്റ് എന്നാണ്. നമുക്കൊരു ക്വിക്ക് റിവിഷൻ നടത്താം. ഇതെന്ന് പറയുന്നത് പ്ലഷർ പ്രിൻസിപ്പിൾ, ഈഗോ റിയാലിറ്റി പ്രിൻസിപ്പിൾ ആൻഡ് സൂപ്പർ ഈഗോ മൊറാലിറ്റി.
സോ നെറ്റ്, സെറ്റ്, കേറ്ററ്റ്, ഇംഗ്ലീഷ് പ്രിപ്പറേഷനുള്ള കൂടുതൽ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.